സാർ നമസ്കാരം. നമസ്കാരം. 1957 ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നു. സഖാവ് ശ്രീ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. 1957 മുതൽ ഇന്ന് 2026 വരെ നിരവധി CPM ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുകയുണ്ടായി. അതായത് EMS നമ്പൂതിരിപ്പാട് മുതൽ സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകൾ വരെയുള്ള മുഖ്യമന്ത്രിമാർ. ഇക്കാലയളവിൽ VS അച്യുതാനന്ദനും അച്യുതമേനോനും EK നായനാരും PK വാസുദേവൻ നായരും പിണറായി വിജയനും അടക്കമുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുകയുണ്ടായി. പലരും കർക്കശ സ്വഭാവക്കാരായിരുന്നു, പലരും മൃദു സ്വഭാവമുള്ളവരായിരുന്നു. ഇവരുടെ എല്ലാം കാലശേഷം ഈ അടുത്ത കാലത്താണ് VS അച്യുതാനന്ദൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് കേരളം വിലയിരുത്തിയ സഖാവ് കേരളത്തെ വിട്ടുപിരിഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. കാലം കുറെ കഴിയുമ്പോൾ ഇവരുടെ ഭരണവും ഇവരുടെ ഭരണ നേട്ടങ്ങളും അല്ലെങ്കിൽ ഭരണപരാജയങ്ങളും വ്യക്തിത്വ നേട്ടങ്ങളും വ്യക്തി ആദർശങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്രം ഇവരെ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിന്റെ ഒരു ഇടനാഴിയിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏത് തരത്തിലായിരിക്കും അടയാളപ്പെടുത്തുക? ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തുക? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, തികഞ്ഞ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എന്താണ് സാറിന്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം? അതായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക പിണറായി വിജയനെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ, കേരളത്തെ നശിപ്പിച്ചവൻ എന്നുള്ള രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴല്ല 2005 പറഞ്ഞിട്ടുണ്ട്. 2005 ഫെബ്രുവരി ലക്കം ക്രൈമിന്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ അന്ന് കവർ സ്റ്റോറി കൊടുത്തത്. അതിൽ തന്നെ പറഞ്ഞ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് സത്യം. കാരണം ഇപ്പോൾ CPMന്റെ തകർച്ച അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഈ ഇലക്ഷനിലൂടെ ഉണ്ടാവുക എന്ന് നിസ്സംശയം പറയാൻ പറ്റും. മുമ്പൊക്കെ പാർട്ടി തോറ്റാലും അടുത്ത തവണ നമുക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാറുണ്ടായത്. കാരണം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അവർ ജനങ്ങൾക്ക് വേണ്ടി ആണ് പ്രവർത്തിച്ചിരുന്നത്. അഹംഭാവമോ അഹന്തയോ ഒന്നും ഇല്ലാതെ ജനങ്ങളോടൊപ്പം നിന്ന ആൾക്കാരാണ്. അവർ യാത്ര ചെയ്തിരുന്നത് അംബാസിഡർ കാറിലും വലിയ പോലീസ് സന്നാഹമില്ലാതെയായിരുന്നു. ജനങ്ങളെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. EK നായരൊക്കെ പോയിരുന്നത് ഒരു കാറ് മാത്രമാണ്, അംബാസിഡർ കാറിൽ മാത്രമായിട്ടാണ്. പോലീസിനൊന്നും ഉപയോഗിക്കാറേയില്ല. ഇതേപോലെയാണ് VS അച്യുതാനന്ദൻ, ഇതേപോലെ തന്നെയാണ് EMS, ഇതേപോലെ തന്നെയാണ് PK വാസുദേവൻ നായർ. അങ്ങനെയുള്ള സമുന്നതരായ ആ CPIയുടെയും CPMന്റെയും നേതാക്കന്മാർ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകന്റെ ഒപ്പം ഒരു വലിയ നേതാവ് ഈ എസ്കോർട്ടിനെ കുറിച്ച് EK നായനാരോട് ചോദിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ച ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും EK നായനാരാണ് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ എസ്കോർട്ട് പോകേണ്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഏർപ്പാടാക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കെന്തിനാണോ എസ്കോർട്ട്, നമുക്ക് നമ്മുടെ സഖാക്കന്മാർ തന്നെയാണ് എസ്കോർട്ട്, വെറുതെ പോലീസിന് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യാനുണ്ട് എന്നാ പറഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് 40-48 അകമ്പടിയോടുകൂടിയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഈ രണ്ട് മുഖ്യമന്ത്രിമാര് തമ്മിൽ, അതായത് കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി, ഇടതുപക്ഷ മുഖ്യമന്ത്രിയും ഇപ്പോൾ 2 വട്ടം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഖ്യാതി നേടിയ പിണറായി വിജയനും തമ്മിലുള്ള ഈ അന്തരം എങ്ങനെയാണ് സാർ? അതായത് ആർക്ക് വേണമെങ്കിലും, ഏത് സാധാരണക്കാർക്ക് വേണമെങ്കിലും ഇവരെ എടുത്തു പോയിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. അവര് മുഖ്യമന്ത്രി ആയപ്പോൾ ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ അടുത്ത് ചെല്ലാം. പിണറായി വിജയന്റെ അടുത്തോ അങ്ങനെ ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇവര് ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്, തനിക്ക് ബിസിനസ് ലാഭം കിട്ടുന്ന ആളുകളുമായിട്ട് ഉള്ള സംസാരിക്കാനുള്ള വേദിയാണ് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസും അതേ മുഖ്യമന്ത്രിന്റെ ഓഫീസും.
അവിടെ സാധാരണക്കാർക്കൊന്നും പ്രവേശനമില്ല. അങ്ങനെ വന്നാൽ തന്നെ അവരുടെ സെക്രട്ടറിമാരെയോ ആരെങ്കിലും കണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു വിടുന്നതല്ലാതെ പിണറായി വിജയന് നേരിട്ട് കണ്ടുള്ള പരിഹാരമൊന്നുമില്ല. വലിയ ബിസിനസ്സുകാര്, ഒരു ഉദാഹരണം പറയാം. ഇവിടെ സിന്തൈറ്റ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ട് കോഴഞ്ചേരിയിൽ. അവിടെ വലിയ സമരമായിരുന്നു CITUവിന്റെ. ആ സമരം നടന്ന് ഇങ്ങനെ വലിയ പ്രശ്നമായിരുന്നു. അവസാനം അവരോട് ആരോ പറഞ്ഞു കൊടുത്തു, പിണറായി വിജയന് നേരിട്ട് പോവുക, കൊടുക്കേണ്ടത് കൊടുക്കുക, സമരം ഓൺ ദ സ്പോട്ട് തീരുന്നുള്ളത്. അങ്ങനെ പിണറായി വിജയന്റെ അടുത്ത് നേരിട്ട് പിണറായി വിജയനെ കാണാനുള്ള ഏജന്റുമാരുണ്ട്. കൃത്യമായി എമൗണ്ട് നിശ്ചയിക്കുന്നു, ചെല്ലുന്നു, പണം കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് എല്ലാ പ്രശ്നവും തീർന്നിരിക്കും. അവരിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മാസങ്ങളായി കിടന്ന സമരപ്പന്തലടക്കം അഴിച്ചു കൊണ്ടുപോയി അവിടുത്തെ CITക്കാര്. സമരവും തീർന്നു, പിന്നെ പ്രശ്നമേ ഉണ്ടായില്ല. അതായത് പിണറായി വിജയൻ അവിടെ കൊടുക്കേണ്ടത് കൊടുത്താൽ എല്ലാ സമരവും അവിടെ തീർന്നു എന്നാണ് അർത്ഥം. അല്ലാതെ അവിടെ വേറെ ഒരു തർക്കങ്ങളോ ചർച്ചയോ ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പിണറായി വിജയനാണ് അവര് എല്ലാ കാര്യവും നിശ്ചയിക്കുന്നത്. പണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയന് ആവശ്യം. അതിന് അവർക്ക് അത്രയും കുത്തക മുതലാളിമാർക്ക്, അത്രയും കോടീശ്വരന്മാർക്ക് കാണാനുള്ള എല്ലാ അവസരവും ഉണ്ട്. സാധാരണക്കാർക്ക് കാണാനുള്ള അവസരമില്ല. സാർ, അതിപ്പോ അടുത്ത കാലത്ത് നവകേരള യാത്ര, നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നടത്തുകയുണ്ടായി. അതായത് നവകേരള യാത്രയോടനുബന്ധിച്ച് നവകേരള സദസ്സ് എന്നൊരു സദസ്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുകയുണ്ടായി. നാട്ടിലെ പ്രമുഖരായ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു സൽക്കാരം ആ വേദിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയോട് അവർക്ക് സംവദിക്കാം. അപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലത്ത് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ പോയി പരാതി സമർപ്പിക്കുക. ജനകീയ സമ്പർക്ക പരിപാടി മുൻ മുഖ്യമന്ത്രി, മൺമറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ട് ചെല്ലുന്ന ഓരോരുത്തർക്കും നേരിട്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് നടത്തി കഴിഞ്ഞപ്പോൾ പരാതി സമർപ്പിക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 20 മന്ത്രിമാരും ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഓരോ ജില്ലയിലും സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് നേരിട്ട് പരാതി പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. നവകേരള സദസ്സ് നടത്തിയതാവട്ടെ സ്ഥലത്തെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ധനാഠ്യന്മാരുമായിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഇവിടെയാണ് നമ്മൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതായത് മൺമറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയതയും അതുപോലെ EK നായനാർ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിലെ ഏറ്റവും കൂടുതൽ ജനകീയനായ ലാളിത്യത്തോടു കൂടി പെരുമാറിയ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലൊക്കെയുള്ള ഒരു അന്തരം മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ വളരെ ക്ലിയർ ആണല്ലോ. സാധാരണക്കാർക്ക് ഒരു പെട്ടിയിൽ പരാതി ഇടാം, പൈസക്കാർക്ക് വന്നിട്ട് പിണറായി വിജയനെ കാണാം. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആള് മുഖ്യമന്ത്രി ആയപ്പോൾ കുത്തക മുതലാളിമാരുമായിട്ടും അവരുടെ ഇടപാടുകൾക്കും വേണ്ടിയുള്ള ഒരു ആളായി മാത്രമായി മാറി എന്നുള്ള സത്യം. അദ്ദേഹം വിദേശത്ത് പോയി കഴിഞ്ഞാൽ 7 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കുന്നു. ആ 7 സ്റ്റാർ ഹോട്ടലിലെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലോറിലെ റൂമുകൾ എല്ലാം അദ്ദേഹം ബുക്ക് ചെയ്യുന്നു. ലക്ഷങ്ങളാണ് വാടക കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ബാധ്യത വേറെ ആർക്കും പ്രവേശനമില്ല. ഇതുപോലെ കോടീശ്വരന്മാർ മാത്രം ജീവിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മക്കളെയും അതേപോലെ വളർത്തി. അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും തീർക്കാൻ വേണ്ടി മറ്റുള്ള മുമ്പത്തെ മാതിരിയല്ല. മുമ്പൊക്കെ RSS, BJP അല്ലെങ്കിൽ ജനസംഘം എന്ന് പറഞ്ഞാൽ അവര് അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന ആളുകളായിരുന്നു. EMS ആയാലും അവരൊക്കെ തന്നെ ഫാസിസ്റ്റ് ആയിട്ടായിരുന്നു RSSനെ കണ്ടിരുന്നത്, BJPയെ കണ്ടിരുന്നത്, ജനസംഘത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴോ പിണറായി വിജയൻ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആരായിട്ടാണ്? നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായായിട്ടും ബന്ധം. അതിനെന്താണ് കാരണം? കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ഇരിക്കുക, ഇവിടെ കോൺഗ്രസിനെ ഒരിക്കലും കയറ്റാതിരിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം. എന്നിട്ട് അതിന്റെ മറവിൽ അദ്ദേഹത്തിനെതിരെയുള്ള ലാവലിംഗ് കേസ്, സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ കരിമണൽ കടത്തയുമായിട്ടുള്ള കേസുകൾ എല്ലാം അദ്ദേഹത്തിനെതിരെ ഇന്നേ വരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ സാർ ഉൾപ്പെടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലാവലിൻ കേസ് ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ മുൻപൻ പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അദ്ദേഹമാണ് അഴിമതി പാർട്ടിക്കുള്ളിൽ കൊണ്ടുവന്നത്. 1996 കാലത്താണ് അദ്ദേഹം ഈ ഇലക്ഷനിലേക്ക് വരുന്നത്.
അദ്ദേഹം അന്ന് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു. ആ വിദ്യുച്ഛക്തി മന്ത്രി ആവുന്ന സമയത്താണ് അദ്ദേഹം ഈ പറയുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന SNC ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനുമായി കണ്ണൂരിൽ വെച്ച് കാണുന്നു. 2 കോടി രൂപ ആദ്യം അഡ്വാൻസ് കൊടുക്കുന്നു MLA ആയി മത്സരിക്കുമ്പോൾ. പിന്നീട് അദ്ദേഹം തന്നെ വിദ്യുച്ഛക്തി മന്ത്രിയാവുന്നു. അമേരിക്കയിൽ കാനഡയിൽ പോകുന്നു. അദ്ദേഹം ഈ ബാലാനന്ദൻ 100 കോടിക്ക് ചെങ്ങളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം അറ്റകുറ്റപ്പണികൾ തീർക്കുന്നു. അതോടൊപ്പം അവർക്ക് ചുരുങ്ങിയ പലിശയ്ക്ക് ഇൻട്രസ്റ്റിന് ലോൺ ശരിയാക്കി കൊടുക്കുന്നു. ഒക്കെ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് മറികടന്നുകൊണ്ടാണ് 278 കോടി രൂപയ്ക്ക് അദ്ദേഹം ഈ ലാവ്ലിൻ കരാറിൽ ഏർപ്പെടുന്നത്. അതിൽ 178 കോടി രൂപ അപ്പം തന്നെ കിട്ടുന്നതാണ് അഡീഷണൽ ആയിട്ട്. അതായത് 100 കോടിക്ക് ഉള്ളത് 178 കോടിക്ക്. കൂടാതെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വേണ്ട 98.3 കോടി രൂപയിൽ 75 കോടി രൂപ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ഭാര്യന്റെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ്, സിംഗപ്പൂരിലേക്കാണ് വന്നത്. അത് സംരക്ഷിക്കാനാണ് മകനെ പറഞ്ഞയച്ചത്. അതായത് പിണറായി വിജയന്റെ മക്കളെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കോടാനുകോടി രൂപ സംരക്ഷിക്കാനുള്ള ആളുകളായി വളർത്തി, കട്ട മുതൽ സംരക്ഷിക്കാനുള്ള ഇതിനു വേണ്ടി ഉപയോഗിച്ചു. നമ്മുടെ EK നായനാർ അങ്ങനെയായിരുന്നു, VS അച്യുതാനന്ദൻ അങ്ങനെയായിരുന്നു, EMS അങ്ങനെയായിരുന്നു. അല്ല, ഇവരൊക്കെ ജനങ്ങള് മക്കളെ എല്ലാം തന്നെ അതേപോലെ വളർത്തി എന്നല്ലാതെ സ്വന്തം ഭൂമി വരെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് സ്വത്തുക്കൾ പാർട്ടിക്ക് വിട്ടുകൊടുത്ത ആളല്ലേ. അങ്ങനെയല്ലേ ദേശാഭിമാനി പത്രമൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ ഇവര് തമ്മിലുള്ള കമ്പാരിസൺ അതാണ്. അപ്പൊ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക, പിണറായി വിജയൻ കേരളത്തിലെ CPM-ന്റെ അന്തകനായിട്ട് ഇതോടുകൂടി തീരുകയാണ്. കേരളം കണ്ട ഏറ്റവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മുഖ്യമന്ത്രി കൂടിയായിരിക്കുമോ? ബൂർഷ മുഖ്യമന്ത്രി, അതായത് കമ്മ്യൂണിസ്റ്റുകാരനല്ല അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു മറയാക്കി വെച്ച്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനുള്ള ഉപാധിയാക്കി വെച്ച് ഇത്രയും കാലം ഉപയോഗിച്ചു. അതിലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ധാരണ ഇപ്പം വിപ്ലവം വരാൻ പോവാണെന്ന്. എന്ത് വിപ്ലവം നടന്നത്? പിണറായി വിജയൻ കോടീശ്വരനായി കോടാനുകോടി രൂപ വിദേശത്ത് എത്തിച്ചു. അദ്ദേഹം കൃത്യമായി അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അദ്ദേഹം അവിടേക്കുള്ള വലിയ ബിസിനസ്സുകാരായിട്ട് കച്ചവടം നടത്തുന്നു. അതിന്റെ കമ്മീഷൻ അവിടെ വാങ്ങുന്നു. അദ്ദേഹം പിടിക്കപ്പെടാത്ത രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കേരളത്തിലെ ജനങ്ങൾക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ഗുണമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് അദ്ദേഹം സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? കേരളത്തിനെ 6 ലക്ഷം കോടി രൂപ കടക്കണിയിലാക്കി നശിപ്പിച്ച ഒരാള്, അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയില്ല. ഇപ്പൊ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക, കേരളം കണ്ട ഏറ്റവും അധമനായ, ഏറ്റവും കേരളത്തെ നശിപ്പിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള രൂപത്തിലായിരിക്കും അദ്ദേഹം. കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണം മാറി പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. അത് സുപ്രീം കോടതി കൃത്യമായി ഉത്തരവിടുകയാണെങ്കിൽ അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരും. അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലുള്ള കേസുകളൊക്കെ തന്നെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫാമിലിയും തിരുട്ട് ഫാമിലി എന്നുള്ള പേരിൽ, വിവേക് തായ്ക്കണ്ടി തിരുട്ട് ഫാമിലി എന്നുള്ള പേരിൽ ജയിലിൽ കിടക്കേണ്ടി, അങ്ങനെയായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ചരിത്രം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ എന്ന നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനായ മുഖ്യമന്ത്രി എങ്ങനെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണം. എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കുമോ കാലം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. നമസ്കാരം സർ. നമസ്കാരം.